വീണ്ടും നമുക്ക് പുറത്ത് പോകാം ഒറ്റയ്ക്ക്. ആരും ഇല്ല ഇന്ന്, ഞാൻ മാത്രമേ ഉള്ളൂ. നമുക്കിന്ന് ചർച്ച് സ്ട്രീറ്റൊക്കെ തെണ്ടി തിരിഞ്ഞിട്ട് വരാം. നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിട്ട് എവിടെ ഇറങ്ങുന്നറിയോ? മജസ്റ്റിക് ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്നും മെട്രോ. എന്ത് കാര്യം വെച്ചാൽ എനിക്ക് ഗുഡ് ഹാപ്പി കിട്ടിയപ്പോൾ സീറ്റ് കിട്ടി. സീറ്റ് ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ മെട്രോ സ്റ്റേഷൻ നടത്തുന്നു. നല്ലൊരു സുന്ദരിയായ കുട്ടി പോകുന്നുണ്ട്. പക്ഷെ ഇത് സുന്ദരിയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ആ കുട്ടിയുടെ കോസ്റ്റ്യൂം എനിക്ക് ഇഷ്ടപ്പെട്ടു. വെള്ളക്കുട്ടി ഞായറാഴ്ചകളിൽ മാത്രം കാണുന്ന സംഭവമാണ്. എന്താണെന്നറിയോ? മെട്രോ നല്ല തിരക്കായിരിക്കും. കാർഡ് കിട്ടി. ഇതാണ് ഇവിടുത്തെ മെട്രോ കാർഡ്. സോ മെട്രോ അറിയാത്തവർക്കാണ്. നമുക്ക് മെട്രോ കയറുമ്പം നമുക്കൊരു കാർഡ് അവർ തരും. ആ കാർഡ് നമ്മൾ മെട്രോ ഇറങ്ങുന്നത് വരെ കൊണ്ട് നടത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ നമ്മൾ എത്തുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നമ്മൾ വേണ്ടി എക്സ്ട്രാ ടിക്കറ്റ് എടുക്കേണ്ടി വരും. സോ ഈ കാർഡ് നമ്മൾ കളയാൻ പാടില്ല. ഞാൻ എൻ്റെ കോയിനും താഴെ ഇട്ട് അതിൻ്റെ ഉള്ളിലിട്ട് ഞാൻ ഇറങ്ങി. നമ്മൾ എവിടെ എത്തി? നമ്മളിനി ടുവേർഡ്സ് ചർച്ച് സ്ട്രീറ്റിലേക്ക് പോകണം. എത്ര പേർക്കുണ്ടെന്നറിയില്ല. ഈ കയ്യും കാലും വിയർപ്പ്. ഈ സമ്മർ ആയിക്കഴിഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്നറിയോ? ടവലില്ലാണ്ട് പുറത്തിറങ്ങാനും പറ്റില്ല. ചെരുപ്പ് ഇട്ടാലോ ചെരുപ്പ് ഭയങ്കര ചെളിയായിരിക്കും. മെട്രോ ഇറങ്ങാൻ പറ്റില്ല. എനിക്കിനി വല്ലതും ഞമ്മണം. എന്തിനാന്ന് പുറത്തിറങ്ങി കഴിച്ചാൽ എനിക്കറിയില്ല. വെറുതെ ഇപ്പൊ വന്ന് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാനും തോന്നും പുറത്തിറങ്ങാനൊക്കെയാണ് ഇഷ്ടം. അതാണ് ഇപ്പം എൻ്റെ എന്താ പറയുക, സമയം പോകും. എല്ലാ കടയിലൊക്കെ കയറുക, കുറേ സാധനങ്ങൾ ട്രൈ ചെയ്യുക, തിരിച്ചെടുത്തേക്കുക. ഇതുപോലെ ഒരു ദിവസം ഞാൻ മുന്നേ ഒരു സോളോ ഡേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് കയ്യിൽ അമ്മ തന്ന കാശും ഉണ്ടായതുകൊണ്ട് കുറേ സാധനങ്ങൾ മേടിച്ചു. ഇന്ന് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെറുതെ ബസ് കൂലിയും കൊടുത്ത് എന്തെങ്കിലും വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും കഴിച്ചിട്ട് രാത്രി പേരേക്ക് തിരിച്ചു കയറും. അത്രേ ഉള്ളൂ. എന്ത് വലിയ ഡോളാ. ഒരു ഫ്ലവർ വിൽക്കുന്ന ചേച്ചിമാരെന്നറിയാം. ഇവിടെ ചർച്ച് സ്ട്രീറ്റ് വന്നാൽ നമുക്ക് കുറേ കാണാം. ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വിൽക്കുന്ന ചേച്ചിമാർ. അപ്പോൾ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ്. ഇങ്ങനെയാണോ അത്രയും നേരമൊക്കെ ഫ്രഷ് ആയിട്ട് വിൽക്കുന്നത്? ഈ നല്ല ഒരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നല്ല ഭംഗിയുണ്ട് വീട് കാണാൻ. ഇപ്പോൾ പൊട്ട് നിൽക്കുന്നത് കണ്ടോ? I'm just having my favorite shake, chocolate thick shake. Yeah. So cute, no? It's like I'm just randomly walking here in Church Street. So like അവിടെ ഒരു കൺസ്ട്രക്ഷൻ ബോർഡ് പോലെ എന്ത് സംഭവം എടുത്ത് പറഞ്ഞു. എനിക്ക് എന്ത് തോട്ടാണ് തോന്നുന്നത് that you can write in the board. So I just wrote it. So they gave me this. So cute. എങ്കിലും ഇരുന്ന് കഴിക്കുന്ന സ്ഥലത്ത് ഇരുന്നിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ലൈക്ക് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓൾറെഡി ഒരു ഫലൂഡ, ഞാനല്ല ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ ഫലൂഡ കഴിച്ചിരുന്നു. സോ അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇറ്റ്സ് ഓക്കെ ഫോർ വേർത്ത് ആണെനിക്ക്. സോ അവിടെ നിന്ന് കഴിച്ച്. നമുക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ടുള്ള സ്ഥലത്തുനിന്ന് പോയിട്ട് എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യാം. അങ്ങ് ദൂരെ ഒരു മലയാളി കഫേന്ന് തോന്നുന്നു. സോ അവിടെ പോയിട്ട് അവിടെ ഇരിക്കാം അല്ലേ. നൈസ് വ്യൂ. അവിടെ പോയിട്ട് വല്ലതൊക്കെ കഴിക്കാം. So here's my food. This is cheesy classic French fries, and this is masala lemonade.
See how it is. This is worth. This is okay. The thing is, നിങ്ങൾ വിശന്നിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ വരരുത്. Because it's almost taking 20 minutes, not almost, more than 20 minutes for this. ഈ ഒരു സാധനത്തിന് മാത്രം 20 മിനിറ്റ് എടുത്തു. So just think, if you are hungry and just coming here and waiting for food for long time, it will be very, very, very disgusting. വിശന്നിരിക്കുമ്പോൾ ആരും വരരുത്. ഇറ്റ്സ് വൺ ഞാനൊരു വാർണിംഗ് തരാം. ബിക്കോസ് ഇവിടെ വന്നിരുന്ന് നമ്മളിങ്ങനെ ചില്ലടിച്ചിരുന്ന് നടത്താനും പറഞ്ഞ ഫുഡ് കഴിക്കാണെങ്കിൽ ഓക്കെ, പക്ഷെ വിശന്നിരുന്നുകൊണ്ട് ആരും വരരുത്. കാരണം ഇവിടെ ഞാൻ വന്നപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, ലൈക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും സെയിം ലൈക്ക് ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴേ തന്നെയാണ് ഫുഡ് കിട്ടുന്നത്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദ ഫുഡ് ഇസ് നോട്ട് ഗുഡ്, ബട്ട് ഇറ്റ്സ് വർത്ത്. ജ്യൂസും കാര്യങ്ങളൊക്കെ ഓക്കെ, രസമുണ്ട്. പക്ഷേ ലൈക്ക് ആ ക്വാണ്ടിറ്റി വൈസ് ഇതില്ല, പക്ഷെ ക്വാളിറ്റി വൈസ് യാ ഇറ്റ് ഈസ് ഗുഡ്. ആൻഡ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ചീസ് ലോഡഡ് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ലോഡഡ് ഫ്രൈസ് ഭയങ്കര റേറ്റ് ആയതുകൊണ്ട് എനിക്കതിപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് I will take this cheesy French fries, okay, and also this lemonade. So from here I'm just winding up my vlog because എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. ആൻഡ് ഓൾസോ ഇപ്പോൾ തന്നെ ഏകദേശം ഇരുട്ടായി തുടങ്ങി. സോ ചാർജ് ഇല്ല, ചാർജർ എടുത്തിട്ടില്ല. സോ ഹാവ് എ നൈസ് ഗുഡ് ഡേ വിത്ത് ഓൾ മൈ ഫാമിലി. ഫുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ തോറ്റു പോകുന്നത്. എനിക്ക് ഐ ആം എ ഫുഡി, ബട്ട് എനിക്ക് കുഞ്ഞ വയറേ ഉള്ളൂ. നോക്ക്, ഞാൻ മേടിച്ചത് മുഴുവൻ കഴിച്ചില്ല. ഞാൻ ആ ലെമണേഡ് പാത്രത്തിൽ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പാഴ്സലൊക്കെ പറയണേന്നുള്ള മടിക്ക് ലൈക്ക് പോയി കഴിഞ്ഞാൽ അതിന് എക്സ്ട്രാ ചാർജ് പറഞ്ഞാലോ. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ലെമണേഡ് മുഴുവൻ കുടിച്ച് തീർത്ത് ആ പാത്രത്തിൽ ഞാൻ ബാക്കിയിട്ടിട്ട് പോന്നു. മെട്രോയുടെ ഉള്ളിൽ കയറിയേ ബിക്കോസ് ബിക്കോസ് ഐ എം തേഴ്സ്റ്റി. സോ വെള്ളം കുടിക്കാൻ ചോദിച്ചു. ഇനി വീണ്ടും പൈസ കളയേണ്ട ഇല്ല. ലൈക്ക് എന്താണെന്നറിയില്ല, അവന് വേണ്ടി പൈസ കളയുമ്പോൾ മാത്രം ഒരു സങ്കടമാണ്. പക്ഷേ എന്നുവെച്ചിട്ട് അറിയില്ല, ഞാനൊരാഴ്ച കൊണ്ട് കളയുന്ന പൈസയാണ് ഞാൻ ഇന്നൊരു ദിവസം കൊണ്ട് കളഞ്ഞത്. നിങ്ങൾ വിചാരിക്കും ഒരു 1000 റുപ്യൊക്കെ വന്നിട്ടാ? ഇല്ല, ജസ്റ്റ് ഒരു 300 രൂപ കളഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതെനിക്കെന്തോ ഭയങ്കര സാരമില്ല. അല്ല, ഞാൻ തിന്നുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എൻ്റെ വയറ് നിറഞ്ഞു. ബുംബു അമ്മേ, ഞാൻ ഫുഡ് കഴിക്കുന്നതിൽ എന്തൊരു ഇതാന്ന്, ലൈക്ക് ഞാൻ കഴിക്കും, ലൈക്ക് ഞാൻ ബ്രേക്ക് എടുത്ത് ഫുഡ് കഴിക്കും. സോ ഐ കാണ്ട് ഈറ്റ് അറ്റ് വൺ ടൈം. ലൈക്ക് ഒറ്റടിക്ക് എന്നെ കൊണ്ട് തീരെ പറ്റില്ല. അതെന്താ അറിയില്ല. എന്നുവെച്ചാൽ അത് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇതിപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നടന്നിട്ടൊക്കെയാണ് പോവുള്ളൂ. സോ അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഞാൻ റൂമിലെത്തുമ്പോഴത്തേക്കും ദഹിക്കും. അപ്പം അത് കാരണം പിന്നെ പ്രശ്നമില്ല. പക്ഷെ എന്നാലും അത് എനിക്കൊന്നും ഒരു ഫുൾ ബിരിയാണി ഒന്നും മുഴുവൻ കഴിക്കാൻ പറ്റില്ല. ലൈക്ക് ഞാനൊക്കെ എവിടെയെങ്കിലും ഒറ്റയ്ക്ക്, അതാണ് ഞാൻ എവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലുള്ള എൻ്റെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഒരെണ്ണം മുഴുവൻ മേടിച്ച് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ല ഞാൻ ഈ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിക്കണേ. അതാകുമ്പോൾ ഒരു സീനില്ല, വെള്ളം പോലത്തെ അല്ലേ. ലൈക്ക് ഇപ്പം തന്നെ ഞാൻ ഉച്ചയ്ക്കാണെങ്കിൽ അധികം ഒന്നും ഹെവിയായി കഴിച്ചില്ല. കുറച്ച് കഞ്ഞി കുടിച്ചോളൂ, ഇന്നത്തെ ചോറ് ബാക്കിയുള്ളൂ. അപ്പോൾ കഞ്ഞിയാക്കി അത് കുടിച്ചോളൂ. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് എന്ന് പറയാൻ കുറച്ച് കഴിച്ചോളൂ. സോ അപ്പോൾ അത് കാരണം തന്നെ ഒരു 5 മണിയാകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കഴിച്ചത്, രാത്രി കഴിക്കണ്ടല്ലോ വെച്ചിട്ട്. ഇതിപ്പോൾ ഭയങ്കര വയറ് നിറഞ്ഞ് ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനവിടെ ആ ബില്ലിലെ സമയം നോക്കി. ഞാൻ 6:12 ബില്ല് ഓർഡർ ചെയ്തത്. എനിക്ക് 6:38 എനിക്ക് ഫുഡ് കിട്ടിയത് തന്നെ. സോ വെയിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ആ കടയിൽ കയറിയാൽ മതി. അത്ര ഉള്ളപ്പോൾ ഞാൻ വീണ്ടും വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നുമില്ല.
ഇനി നേരെ റൂമിൽ പോവാ. അത്രേ ഉള്ളൂ. ഞാൻ കുറേ നടന്ന് എൻ്റെ വയറൊന്ന് ഒഴിയിപ്പിക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ മലബാർ ഗോൾഡ്. കണ്ടോ, അവിടെ കാണുന്നുണ്ടോ MG റോഡിൻ്റെ ആ മലബാർ ഗോൾഡിൻ്റെ അവിടെ നിന്ന് സൈഡിലുള്ള വളവയ്ക്കാണ് സച്ച് സ്ട്രീറ്റ്. അപ്പം അത്രേ ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. എന്നിട്ടല്ലേ ഇങ്ങനെയൊക്കെ പറയാ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ്. ഇനി അടുത്ത വ്ളോഗ് ചെയ്യാനിടാം. ഡെയിലി വ്ളോഗൊക്കെ ഇടുന്നുണ്ട്. സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടില്ല. അപ്പം എന്തായാലും ഹാപ്പി സൺഡേ. ഓക്കെ ബൈ. എത്രയും പെട്ടെന്നൊരു പ്ലേ ബട്ടണൊക്കെ അടിക്കാൻ എന്നെ കൊണ്ട് പറ്റട്ടെ. ഞാൻ തന്നെ എന്നോട് അനുഗ്രഹിക്കുന്നു. ഓക്കെ ബൈ.